നമ്മുടെ കാക്കാണ് സൈറ്റാണ്. ഇപ്പോൾ 3-ാം നിലയുടെ മേളിലാണ് വർക്ക് നടക്കുന്നത്. പോസ്റ്റൊക്കെ ഇട്ട് കഴിഞ്ഞു. മഴയുള്ള സമയത്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ടർപ്പേഡയാണ്. ഞങ്ങൾ പോസ്റ്റ് ഇട്ടു. ഇനി ബീമും കയറ്റി ഡ്രസ്സും കയറ്റി പണി തുടങ്ങിയാണ്. സ്കഫോൾഡിങ്ങാണ് നമ്മൾ ഇട്ടാണ്, കുതിരയല്ല. സ്കഫോൾഡിങ് ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇതാണ്. ഇപ്പോൾ ഡ്രസ്സിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പുറത്തേക്കൊരു 4 അടി ബീം 6 അടിയോളം ചാട്ടമുണ്ട് ബീമിന് നീളം. ഇനി അടുത്ത പരിപാടി പർലിങ് അടിയാണ്. പർലിങ് അടിച്ച് പകുതിയായി ഫിനിഷായിരിക്കണം. പർലിങ് പാത്തിക്കളാകുമ്പോൾ വെച്ച് പാത്തിയിട്ട് ഇനി നെക്സ്റ്റ് ആയിട്ട് ഷീറ്റ് കയറ്റാൻ പോകണം. ഷീറ്റ് കയറ്റുന്ന സാധാരണ ഇതല്ല, ഒരു അടിയിൽ ഹുക്ക് പോലെ ഉണ്ടാക്കിയിട്ട് മേളിൽ 3 ക്ലാമ്പിലേക്ക് കൊണ്ടുവന്ന് ഉളക്കിയിട്ടാണ് നമ്മൾ അടിച്ചേരുന്നത്. കൈ പിടിച്ചണ്ട അതിലൊരു ഈ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഷീറ്റ് ഉള്ളിൽ കയറ്റാൻ വേണ്ടി. കയറ്റുമ്പോൾ മുമ്പുള്ളവർ ആദ്യമൊക്കെ കയറായിരുന്നു. കയറി ടൈമിലേക്കും ഷീറ്റ് വളഞ്ഞു പോകണം. അപ്പോൾ കയറ്റുമ്പോൾ കാറ്റ് വരും. ഇതാകുമ്പോൾ നമ്മൾ കമ്പിയിലോട്ട് കയറി കിടന്ന സീ പോലെ ലോക്കാണ്. ഒരാളെ വേണ്ടെങ്കിൽ കുഴപ്പമില്ല, പൂക്കാം. ഇത് ഒറ്റക്കാരനാണ് വേണ്ടി വേണം. നമ്മളൊക്കെ കൊടുത്ത് പയ്യെ പോയി പിടിക്കാനിലേക്ക് കാറ്റ് പിടിച്ച് തെറിച്ചങ്ങോട്ട് പോകുക. അതാണ് ഒരു കൈ കൊണ്ട് പിടിച്ച് കഴിഞ്ഞാൽ നേരെ കൊണ്ടുവന്ന് വെച്ചിട്ടാണ് പൊക്കുന്നത്. കൊണ്ടുവന്ന് വെച്ച് ചെറിയ റിസ്ക്കാണ്. കൈമേൽക്കും ആകുമ്പോൾ ഒരാളും കൂടെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് കുഴപ്പമില്ല. മേളിൽ നിന്നുള്ള വ്യൂ കാണിച്ചു കേട്ടോ. താഴത്തല്ലേ, മേളിൽ നിന്ന് നോക്കിയോ. GA ഷീറ്റാണ് ഞങ്ങൾ ചെയ്യണത്. GA ഷീറ്റ് 3-5 ഷീറ്റിൻ്റെ കൂടിയ ഷീറ്റാണ് ഞങ്ങൾ ചെയ്യണം. സ്ക്വയർ ഫീറ്റ് 150-160 വരും. അതാകുമ്പോൾ എല്ലാം പനാറ ജോയിപ്പാണ്, പണ്ടേ ജോയിപ്പൊന്നുമില്ല, എല്ലാം പനാറ GA പൈപ്പ്. പറലെങ്കിൽ അപ്പോൾ ഞങ്ങൾ കൊടുത്തങ്ങൾ 70-75 3-ാം നിലയുടെ മേളാൻ കൊണ്ടാണ് കാറ്റ് പിടിക്കാൻ വേണ്ടി. അങ്ങനെ ശരി ഞാൻ അടിയിൽ നിന്ന് വ്യൂ കാണിച്ചു അല്ലേ. ഷീറ്റ് അടിക്കാൻ കയറാൻ പോകണം. ഇതാ നെക്സ്റ്റ് ഷീറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നു ഞാനും എൻ്റെ അനിയനും. ഷീറ്റ് അടിക്കുമ്പോൾ കയറുകളെന്ന് പറയും, പക്ഷേ ഞങ്ങൾ കയറുകളല്ല. റോപ്പ് ഇട്ടഞ്ഞ് ഇരിക്കാൻ പാടാണ്, പക്ഷേ ചിലർക്ക് റോപ്പ് സേഫ്റ്റി ആയിട്ട് ഇരിക്കാനേ അങ്ങനെ നല്ലതാണ്. പിന്നെ ഞങ്ങൾ കയറിലാണ് ശീലിച്ചേക്കണം. കയറിട്ടടിച്ചാൽ കയറും പിടിച്ച് ഇറങ്ങണം. ഇതാകുമ്പോൾ ഞങ്ങൾ ഈ പൈപ്പിൽ ചവിട്ടി അവരടിച്ച് ഇറങ്ങി പിന്നെ കമ്പി വഴി കയറി നേരെ അപ്പുറത്തേക്ക് പോകണം. പരിപാടി അടിയിൽ രണ്ട് പേര് ക്യാമറമാൻ മനുവാണ്. അടുത്തരാം.
അടിക്കാൻ കണ്ണടച്ച് അടിക്കാൻ നിൽക്കുന്നുണ്ട്. ഉണ്ടാവില്ല, അത് മാറിയിട്ട് പിന്നെ പാത്തിരി പുള്ളിക്ക് ഇത് വെക്കണമെന്നുണ്ട് നെറ്റ്. അതാണ് ഞങ്ങൾ വെച്ചാണ്. ആ സൈഡ് മരങ്ങളുണ്ടേ പുള്ളിക്ക് ഈ നെറ്റ് മതി എന്നുകൊണ്ടാണ് ഞങ്ങൾ ഇത് വെച്ചത്. ഞങ്ങൾ ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന് ഇത് നമ്മൾ ക്ലീൻ ചെയ്യട്ടെ. പകുതിയായിട്ടുള്ളൂ, ഫുള്ളായിട്ടില്ല. പകുതി ആവുന്നുള്ളൂ, ഇനി ഇടാൻ പോകുന്നുള്ളൂ. നമ്മുടെ കൂട്ടുകാരൻ സുരേഷാണ്. അവന് ഒന്ന് ഡ്രില്ലടിച്ച് എടുക്കുന്ന ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുക്കണമെന്ന് വെച്ചു. അങ്ങനെ കയറിയതാണ്. അങ്ങനെ അവൻ്റെ ആഗ്രഹം സഹായിച്ചു കൊടുത്തു. ജസ്റ്റ് ആയിട്ട് ഷീറ്റ് അടിച്ച് കഴിഞ്ഞ് അങ്ങ് ഇറങ്ങുന്ന സീനാണ് കാണാൻ വന്നത്. മരത്തിൽ കൂടെ ചാരി വെച്ച് പിന്നെ അവൻ്റെ സപ്പോർട്ടും കെട്ടി ഇറങ്ങി ഫിനിഷിംഗ് ആയിട്ട് അടിയിൽ നിന്ന് കാണിച്ചു തരാം. എന്നിട്ട് ഫിനിഷിംഗ് ആയി. ഈ സൈഡ് ചാട്ടം കുറവാണേ, ഫ്രണ്ട് ചാട്ടമുണ്ട്, ഇപ്പോൾ സൈഡ് ചാട്ടം കുറവാണ്. മരത്തിനോട് കണ്ട അത് നേരെ താഴത്തേക്ക് പോയാൽ അപ്പുറത്ത് വീട്ടുകാരുടെ പറമ്പിലോട്ടാണ് പോകുന്നത്. അതാണ് അവിടെ ചാട്ടമില്ല, ചാട്ടം കുറവാണ്. ഞാൻ മേലിൻ്റെ വ്യൂ കാണിച്ചു തരാം. ഇത് നമ്മുടെ ഇത് ഞാൻ തന്നെയാണ്. ഫ്രണ്ട്സ് നല്ല ചാട്ടങ്ങളില്ല. ആ സൈഡ് ചാട്ടം കൂടുതലും ഇപ്പുറത്ത് കുറവുണ്ട്. അത് നേരെ മതിലപ്പുറത്ത് പോകും. പറമ്പാണ്, എന്നാലേ ചില സമ്മതിക്കൂല. ഈ അടിയിൽ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം.